നമ്മളിപ്പോൾ ഒരു ഏക്കർ കൃഷി എടുക്കണമെങ്കിലും ഒരു 10 ഏക്കർ കൃഷി എടുക്കുന്ന ഒരു ഞാറ്റടി ഉണ്ടാക്കണമെങ്കിലും ചെറിയ ചെലവേ വ്യത്യാസപ്പെടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും കർഷകർക്ക് ഒന്നാമത് ഒരുപാട് തൊഴിലാളികൾ വേണ്ട, അവിടെ കുറച്ചാളുകൾ മതി. ഇത് ഓരോ ഭാഗത്തും ഞാറ്റടി ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ട്രാക്ടറിന്റെ ചെലവ് കൂടുതലാണ്, തൊഴിലാളി ചെലവ് കൂടുതലാണ്. അതെല്ലാം നോക്കി ഒരു എത്ര ഏരിയ കൂട്ടുന്നോ അത്രയും കൂട്ടിക്കൊണ്ട് ഒരു ഭാഗത്ത് ഞാറ്റടി ഉണ്ടാക്കി അത് കൃഷി എടുക്കുകയാണെങ്കിൽ ട്രാക്ടർ ചെലവ് ലാഭം, തൊഴിലാളികളുടെ ചെലവ് ലാഭം, മരുന്നടിക്കുകയാണെങ്കിൽ ശരി ഒരു ഭാഗത്ത് പോയാൽ മതി. അപ്പൊ അങ്ങനെ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ശരിക്കും ലാഭകരമാണ് ഗ്രൂപ്പ് ഫാമിംഗ് കൃഷി. ഇനി വരും കാലങ്ങളിൽ ശരിക്കും കർഷകര് ഗ്രൂപ്പായി ഓരോ പാടശേഖരങ്ങളിൽ 1-2 അവിടെ കേന്ദ്രീകരിച്ച് ഒന്നിച്ചിട്ടൊരു ഗ്രൂപ്പായി കൃഷി എടുക്കുകയാണെങ്കിൽ ട്രാക്ടർ ചെലവ് കുറയും, തൊഴിലാളികളുടെ കൂലി കുറയും. മാത്രമല്ല ഞങ്ങളിപ്പോ ഒരു ഭാഗത്ത് ഞാറ് സെറ്റ് ചെയ്യണമെങ്കിൽ പന്നി ശല്യങ്ങൾ വ്യാപകമാണ്. അപ്പൊ ഒരു ഭാഗത്ത് നോക്കിയാൽ മതി. ഇത് 5, 6, 7 ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറ്റ ഭാഗം കേന്ദ്രീകരിച്ച് ഞാറ്റടി തയ്യാറാക്കുകയാണെങ്കിൽ അത് ലാഭകരം തന്നെയാണ്. ഫസ്റ്റ് തന്നെ പ്രചോദനം അല്ലെങ്കിൽ നന്ദി പറയേണ്ടത് ആദ്യം കർഷക മുന്നേറ്റം എന്നൊരു സംഘടനയാണ്. കാരണം ഈ ഞങ്ങളൊക്കെ വർഷങ്ങളായി കർഷക മുന്നേറ്റത്തിൽ തുടങ്ങിയിട്ട് പിന്നെ അതിനൊരു 10 കൊല്ലം മുമ്പാണ് ഇതിന്റെ ആശയം വന്നത്. കാരണം ഇപ്പം മൃഗശല്യം, പന്നിശല്യം ഞങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എനിക്കിപ്പോ ഉദാഹരണത്തിന് എനിക്ക് 5 ഏക്കർ കൃഷിയുണ്ട്. ഞാൻ ഈ 5 ഏക്കർ കൃഷിയിൽ 150 കിലോ വിത്തിട്ടിട്ട് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഈ പന്നി ശല്യം, മറ്റുള്ള ഒരുപാട് ശല്യം. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് ഫാമിംഗ് എന്നുള്ള ഞങ്ങൾ കുറെ കർഷകരുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഫാമിംഗ് ഉണ്ട്. അപ്പോൾ കർഷക മുന്നേറ്റത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ സജീഷിന് നല്ല അതിനുള്ള സൗകര്യങ്ങളുണ്ട്, സൗകര്യം കൂടി വേണം. അപ്പൊ ആ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷക മുന്നേറ്റം ഒരു ആശയം വെച്ചു. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ ഭാഗത്ത് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കണ്ടത്തിൽ ഞാറ് വാങ്ങിയിട്ട് നമുക്ക് വലിച്ചു നട്ടു കൊടുക്കാം. അങ്ങനെ ആണ് ബംഗാളികൾ ഇവിടെ താമസിക്കാനുള്ള. പൊതുവെ ഞാൻ പല യാത്രകളും ചെയ്തതിൽ ഇപ്പോൾ കോതമംഗലം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ സൗകര്യം ഉള്ളതും ഈ കർഷക മുന്നേറ്റം സജീഷനാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫാമിങ്ങിന് വന്നു. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നമുക്ക് വേണ്ടിപ്പെട്ട കൃഷിക്കാരാണ്. ഈ ആളുകൾ ഒന്നിച്ചിരുന്ന് ഒരു കൃഷി ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത്രയും കർഷകരെ ഒന്നിച്ച് കൃഷി എടുത്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവർക്കും ഈ കൃഷിയിൽ നിന്ന് ഒരുപാട് താല്പര്യം ഉണ്ടാവും, കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അല്ലാതെ എന്ന് വെച്ചാൽ ക്രമേണ കണ്ട് ഈ കൃഷി തന്നെ ഒരു വെറുപ്പാവും. ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ വെറുപ്പ് ഇല്ലാതാക്കണമെങ്കിൽ ചില ഒരു ആശ്വാസകരമായ കാര്യമാണ് ഗ്രൂപ്പായിട്ട് കൃഷി എടുക്കുന്നത്. ആദ്യം ഒരു 100 ഏക്കർ എടുത്തു, പിന്നെ 200 ഏക്കർ എടുത്തു. ഇക്കൊല്ലം മുതൽ വ്യാപകമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ തന്നെ 150-200 ഏക്കറോളം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നാറും പാകിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം പല ആൾക്കാരും ഞാൻ ചുമ്മാ മാത്തൂരും കുത്തനൂരും മാത്രം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. ഇപ്പൊ മങ്കരയുണ്ട്, എടത്തറ, കോട്ടായി, കൊച്ചുള്ളി, ഇന്നലെ പുളിനെല്ലി സ്റ്റാർട്ട് ചെയ്തു, നടിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് 5-6 ടൺ നാറ് പാകിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും അവർക്കും ഒരു 10 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ കൃഷി മറ്റുള്ള കർഷകനുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട, അവർ ഒഴിവാക്കിയിട്ടാൽ മതി. ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ലെവലിലാണ് ചെയ്യുന്നത്. 5500 രൂപയ്ക്കാണ് 1 ഏക്കർ നമ്മൾ നട്ടു കൊടുക്കുന്നത്. ഞാറ് അറിയണ്ട, വേറെ ഒന്നും അവർ അറിയണ്ട. കാരണം ഏറ്റവും കൂടുതൽ കർഷകരൊക്കെ പിന്നിട്ട് പോകുമല്ലോ. അപ്പൊ അതിനൊരു സൗകര്യം ഞങ്ങൾ ഏറ്റെടുത്ത് കർഷക മുന്നേറ്റം ഏറ്റെടുത്ത് ചെയ്യണു എന്ന് മാത്രം.
ഒരു പ്രദേശത്ത് എത്ര ഹെക്ടർ ഉണ്ടോ ആ പ്രദേശത്തിലെ മുഴുവൻ ഞാറ്റടിയാലും ശരി, മരുന്നടിക്കലാലും ശരി, വെള്ളപ്രയോഗമാണെങ്കിലും ശരി, കളപറിക്കലാലും ശരി, ഒന്നിച്ച് ഗ്രൂപ്പായി കർഷകർ ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നിച്ചൊരു കൃഷി എടുക്കുന്നത് ശരിക്കും ലാഭകരമാണ്. ആ ലാഭകരം ഉണ്ടാക്കണമെങ്കിൽ ഗ്രൂപ്പ് ഫാമിംഗ് കൃഷി തന്നെയാണ് വേണ്ടത്. ഞങ്ങൾ ഒരു 5-8 വർഷങ്ങളായി ഈ ഞാറ്റടി ഉണ്ടാക്കി ഗ്രൂപ്പായി കൃഷി ചെയ്യുന്നു. അതിൽ ഏകദേശം 60ഓളം കർഷകരുണ്ട്. അവർ സ്ഥിരം ഗ്രൂപ്പായി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ആരും സ്വന്തമായി ഞാറ്റടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ അടുത്തടുത്താണ്, ഇത് വലിയ കുഴപ്പമില്ല, അവർക്ക് പ്രയാസമില്ല. അപ്പൊ ഈ രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. ഒരുപാട് കർഷകരുടെ പ്രചോദനമുണ്ട്, അവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പൊ ഇതുകൊണ്ടാ നിങ്ങൾ അല്ലെങ്കിൽ കർഷക മുന്നേറ്റം ഇതുമായിട്ട് മുന്നോട്ട് പോകണം പറഞ്ഞപ്പോൾ കൊല്ലം ഇപ്പോൾ ഒരുപാട് അതിന്റെ കാര്യങ്ങൾ, ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ കാര്യങ്ങൾ നടന്നു പല ഭാഗത്തും വരുന്നുണ്ട്. ഇനി അടുത്തതിന് ഇതിലും കൂടുതൽ വിപുലമായിട്ട് ചെയ്യും. പിന്നെ വിശാല മനസ്ഥിതിയുള്ള കർഷകരും വേണം. ഇതിപ്പോ സജീഷ് എന്ന് പറഞ്ഞ എല്ലാ സൗകര്യമുണ്ട്, പുള്ളിക്ക് അത് ചെയ്യാനുള്ളൊരു ആത്മാർത്ഥ ഇതുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ വിജയത്തിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് കർഷകർ വിളിച്ചിട്ട് അനുമോദിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ ശരിക്കും ഇവിടെ മലമ്പുഴനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ കർഷകർ കൃഷി എടുക്കുന്നത്. അതിലെന്താ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ കാടാക്കനാലുകൾ പലതും വളരെ മോശമായ അവസ്ഥയാണ്. ഇതൊക്കെ കർഷകർ തന്നെ ആ ചെലവെടുത്ത് ചെയ്യേണ്ട അവസ്ഥയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ശരിക്കും പറഞ്ഞാൽ കാര്യപ്പെട്ട രീതിയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ സർക്കാർ കർഷക വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം വൃത്തിയാക്കി കർഷകർക്ക് വെള്ളം സൗകര്യം ചെയ്തു തരേണ്ട കാര്യങ്ങളിൽ സർക്കാരിന് വളരെ വീഴ്ചയുണ്ട്. ഇറിഗേഷന്റെ ഭാഗത്തു നിന്നും ഇത് വളരെ മോശമായ സ്ഥിതിയിലാണ് പോകുന്നത്. സമയബന്ധിതമായിട്ട് കാടാക്കനാലുകൾ വൃത്തിയാക്കാനോ കനാലുകൾ വൃത്തിയാക്കാനോ ഇപ്പൊ ഇലക്ഷൻ വന്നു, ഇപ്പൊ വൃത്തിയാക്കിയിട്ട് വെള്ളം സുഭിക്ഷമാണ്. എല്ലാ സീസണിലും ഇതേപോലെ എത്തുകയാണെങ്കിൽ പ്രയാസമില്ലാതെ കൃഷി എടുക്കാൻ പറ്റും. മലമ്പുഴ വെള്ളം തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഇത് പലവിടെയും പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കൃത്യമായ മേൽനോട്ടം ഇറിഗേഷന്റെ ഭാഗത്തു നിന്നില്ല. ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കുകയെന്ന് വേണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായാലും ശരി, ഒരു കൃഷി ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, പഠനം നിർബന്ധമാണ്. അതിവിടെ പല രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് പലർക്കും അറിയില്ല. അപ്പൊ ഞങ്ങളൊക്കെ മാതൃകയായിട്ട് ചെയ്യുന്ന സമയത്ത് കൃഷി ഓഫീസർമാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇതെങ്ങനെയാണ് ചെയ്യണത്, എങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് അവർ ചോദിക്കും. പിന്നെ ഇതിനൊക്കെ ഫണ്ടുകളൊക്കെ പല ഭാഗത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 5 പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. കാരണം ഇതൊരു ഗ്രൂപ്പ് ഫാമിങ്ങിന് പ്രചോദനം ചെയ്യാനുള്ളൊരു ഫണ്ടും കൂടി ഗവൺമെന്റ് അനുവദിക്കുകയാണെങ്കിൽ അത് പല ഭാഗത്തും പല കർഷകരും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് സപ്പോർട്ടും വേണ്ടേ. ഇപ്പൊ ഞങ്ങളൊക്കെ പഠനം നടത്തിയിട്ടാണ് ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരേ ഗ്രൂപ്പ് ഫാമിംഗ് പറഞ്ഞ് നടക്കില്ല. ഗ്രൂപ്പ് ഫാമിങ്ങിനെ കുറിച്ച് നന്നായി പഠിച്ച അറിവോട് കൂടിയിട്ടാണ് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. ഇതിപ്പോ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാടശേഖരത്ത് 32 ഹെക്ടറാണ്. അതിൽ ഏകദേശം 10-20 ഹെക്ടറും ഒരുമിച്ചിട്ട് ഈ ഗ്രൂപ്പ് ഫാമിംഗ് ചെയ്യുന്നത്. അത് ഒരേ വിത്തായിരുന്നത്. അപ്പൊ പിന്നെ അതിൽ ഒരു സമയത്ത് ഇട്ടാൽ തന്നെ അത് മതി, അതിന് വേറെ ഒന്നും ഇതാക്കണ്ട. ഒരേ സമയത്ത് ഒരേ ഇനം വിത്ത് ഇടുന്നു. അത് ഒരേ സമയത്ത് 1, 2, 3, 4 ദിവസത്തിനുള്ളിൽ നട്ടു കഴിയുന്നു. അപ്പൊ വളപ്രയോഗം ഒരുമിച്ച് വരും, കീടനിയന്ത്രണങ്ങൾ ഒരുമിച്ച് വരും. അപ്പൊ കീടശല്യങ്ങൾ കുറയും. അപ്പൊ ഈ ഗ്രൂപ്പ് ഫാമിന്റെ ഇത് കൊണ്ട് ഒരേ സമയത്ത് നെല്ല് കൊയ്തെടുക്കാൻ പറ്റും, വളപ്രയോഗം ചെയ്യാൻ പറ്റും, കീടനിയന്ത്രണങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ചാഴിന്റെ ശല്യം കുറയും. പിന്നെ വ്യത്യസ്തമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു വെച്ചാൽ ചാഴി ശല്യം കൂടും. അത് ഒരുപാട് വിളകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും.
ഞങ്ങളുടെ പ്രാദേശിക ഭാഗത്തുള്ള കാടാക്കനാലുകളൊക്കെ കർഷകർ തന്നെ പിരിച്ചിട്ടും ഓപ്പറേഷൻ ചാർജ് ഒരു ഹെക്ടറിന് 360 രൂപ ഓപ്പറേഷൻ ചാർജ് കൃഷി വകുപ്പ് തരുന്നുണ്ട്. അതിലെ പൈസ എടുത്തുകൊണ്ട് കാടാക്കനാലുകൾ കർഷകർ തന്നെ പാടശേഖര സമിതിയും കർഷകരും കൂടി യോജിച്ചുകൊണ്ട് വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഓപ്പറേഷൻ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് കർഷകർ എടുക്കാൻ പാടശേഖര സമിതി സെക്രട്ടറിമാർ എടുക്കാൻ തയ്യാറാകുന്നില്ല. ആ ഫണ്ട് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന പാടശേഖര സമിതി സെക്രട്ടറിമാരുണ്ട്. ഇതിനെതിരെ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധയും കൃഷി ഉദ്യോഗസ്ഥന്മാർക്കില്ല. കൃഷിൻ്റെ ആദ്യഘട്ടം ശരിക്കും പറഞ്ഞാൽ അയർക്കലാണ്. ഈ അയർക്കുന്നത് ശരിക്കും ഇപ്പം ആസാമിൽ നിന്നും ഒരുപാട് തൊഴിലാളികൾ വന്നിട്ടുണ്ട്. അതിനും ഇതിന് ഏജൻസികളുണ്ട്. അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് തന്നെ 5-8 ആൾക്കാർ വരും, അല്ലെങ്കിൽ 4 ആൾക്കാരാണ്, എത്ര ആവശ്യം വരും. ഇത് ഒരറ്റം മുതൽ ഒരറ്റം വരെ അങ്ങനെ അടിച്ചു വരികയാണെങ്കിൽ ലാഭകരമാണ്. അതല്ല, ഇത് ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരനെ കൊണ്ടുവരും. അപ്പം നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരികയാണെങ്കിൽ, ഒന്നിച്ചിട്ട് ഒരാളിനെ ഏർപ്പാടാക്കുകയാണെങ്കിൽ ബാർഗൻ ചെയ്യാം പൈസയ്ക്ക്. ഇപ്പം 250 രൂപയാണ് ഒരു മണിക്കൂറിന് കൊടുക്കുന്നത്. 300 ഒരു മണിക്കൂറിന് കട്ടടിക്കാൻ 300 കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാർഗൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിലേറെ കമ്മിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഗ്രൂപ്പ് ഫാമിംഗ് എന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ചെറുകിടയാളുകളും വൻകിട കൃഷിക്കാരും എല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റേ ഈ കട്ടടിക്കുകയാണെങ്കിൽ ശരി, വളമിടുകയാണെങ്കിൽ ശരി, കിളക്കുകയാണെങ്കിൽ ശരി, ഇത് നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഓരോ ഘട്ടങ്ങളായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടമാണ്. ഒന്നിച്ചിട്ട് വരികയാണെങ്കിൽ അത് ലാഭമാണ്. ഉദാഹരണത്തിന് ഒരു 5 നമ്മുടെ പ്രാദേശിക തൊഴിലാളികളാണെങ്കിൽ ശരി, ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ ശരി, ഒന്നിച്ചിട്ട് ഒരു അറ്റത്തുനിന്ന് കൊണ്ടുവരുന്നു, അതിന് ഡിവൈഡ് ചെയ്യുന്നു പൈസ. അങ്ങനെയാണെങ്കിൽ അതാണ് മെച്ചം കിട്ടുക. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരിക്കൽ ചെയ്യുന്നു, പിന്നെ മാറി അങ്ങോട്ട് പോകുന്നു, അത് മരുന്നടിക്കലാണ് ശരി. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സമയം നഷ്ടമാണ്, നമുക്ക് കൂലി നഷ്ടമാണ്. ഒന്നിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് ലാഭകരമാണ്. അത് ഗ്രൂപ്പ് ഫാമിലൂടെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് കർഷകർ ആ രീതിയിലേക്ക് ചിന്തിക്കണം. എന്നാലാണ് നമുക്ക് വരും കാലങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്രാവശ്യം 190 ഏക്കർ ഗ്രൂപ്പായിട്ട് കൃഷി എടുക്കുന്നുണ്ട്, ഞാറ്റടി ഉണ്ടാക്കിയിട്ട്. അതിന് ഒരു ഏക്കറയ്ക്ക് 5500 രൂപയാണ്. ഈ 5500 രൂപ നടിയിലും ഞാറിനും കൂടിയുള്ള സംഖ്യ 5500 രൂപ വരുന്നത്. പ്ലസ് വണ്ടിവാടിയും അവർക്കുള്ള ഭക്ഷണ ചെലവ്, രാവിലത്തെ ചായയും ചായ ചെലവ്, അതേപോലെ ഉച്ചക്കലത്തെ ഭക്ഷണം, പുകാൻ ഞാറും ആളും പോലുള്ള വണ്ടി, അത് ആണ് ഈടാക്കുന്നത്. അപ്പോൾ 5500 രൂപ പ്ലസ് വണ്ടി വാടക, അവരുടെ ഭക്ഷണം, ഇതാണ് ചെലവ് വരുന്നത്. ഏകദേശം ഒരു 6000 രൂപ കൊണ്ട് ചെലവ് വരും. ഞാറും നടിയിലും എല്ലാം കൂടിയിട്ടുള്ള ചെലവാണ് വരുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 6500 രൂപ, 6500 രൂപ കൊണ്ട് ചെലവ് വരും. ശരിക്കും അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഏക്കർ ഞാറ്റടി ഉണ്ടാക്കി നടുകയാണെങ്കിൽ ഏകദേശം 6500 രൂപ വരെ ചെലവ് വരും. ചില ഭാഗത്ത് മാറിയും ചെറിയ വ്യത്യാസങ്ങൾ വരിക. എന്നാലും എങ്ങനെ പോലും ഒരു 1000 രൂപൻ്റെ കുറവ് ഗ്രൂപ്പായി ചെയ്യുമ്പോൾ ഉണ്ടാവും.
ഒരേക്കറ നമ്മൾ അയർക്കുന്നത് മുതൽ വിത്തിടുന്നത് മുതൽ കൊയ്ത് നെല്ല് കളപറിക്കുന്നത് വളപ്രയോഗങ്ങൾ കീടനിയന്ത്രണങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഒരു ഏക്കറയ്ക്ക് ഏകദേശം 35,000 റുപ്യെങ്കിലും ചെലവ് വരും. ശരിക്കും അത് ഗ്രൂപ്പായി കർഷകർ ഐക്യപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപയെങ്കിലും നമുക്ക് ഒരു ഏക്കറയ്ക്ക് ചെലവ് ചുരുക്കാൻ കഴിയും. അത് യാതൊരു സംശയമില്ല. പ്രാദേശികമായി ചെറുകിട കർഷകർ അവർക്ക് കൃഷിയുള്ള ആൾക്കാരും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പോലും ഇതര സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തൊഴിലാളികളെ അവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ വേറെ വർക്കിന് പോകും. അപ്പോൾ ശരി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ കൃഷിപ്പണിക്ക് തൊഴിലാളികളുടെ ക്ഷാമം അതിരൂക്ഷമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ തൊഴിലാളികൾ വന്നാൽ മാത്രമാണ് ഇവിടുന്ന് കൃഷിപ്പണി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ പ്രാദേശികമായിട്ട് ആരും പുതിയ ആളുകളൊന്നും ഈ കാർഷിക മേഖലയിൽ കൃഷിപ്പണിക്ക് വരാൻ താല്പര്യപ്പെടില്ല. എല്ലാവർക്കും താല്പര്യം എന്താ പറഞ്ഞാൽ കടകളിലേക്ക് പോകണം, മറ്റു ഭാഗങ്ങളിലേക്ക് പോകണം. ഈ കൃഷിപ്പണിയിൽ മണ്ണിൽ പണിയെടുക്കാൻ ആർക്ക് പുതിയ ആളുകളൊന്നും പുതിയ തലമുറകളൊന്നും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു കടയ്ക്ക് പോകണമെങ്കിൽ ഏറി വന്ന 10,000 രൂപ അതാണ് കൊടുക്കുക. ഈ 10,000 രൂപയ്ക്ക് അവരുടെ ബസ് ചെലവ് അതിൽ പോകണം. ഈ കൃഷിപ്പണിക്ക് വരികയാണെങ്കിൽ 350-400 രൂപയും കൂലിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിപ്പണിക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത് കൃഷിപ്പണിക്കാണ്. പക്ഷെ ഇതിന് വരാൻ തയ്യാറാകില്ല. കാരണം കാറ്റും വെയിലും കൊള്ളണം. ആരാണ് ഈ വെയിലത്തും കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്?
വണ്ടി വിട്ടാൽ മതി, വണ്ടി ചാക്കായിട്ട് വേറെ വണ്ടി വിട്ടാൽ മതി. അപ്പൊ 6 ഏക്കറല്ല, നാളെ 6 ഏക്കർ ഫുള്ള് ചെയ്യാൻ പറ്റുമോ? 10 ദിവസം കൂടി ചെയ്യാം. അല്ല നെച്ചുള്ളിയല്ലേ? ഒരു മിനിറ്റ്. സംസാരിക്കും. ആ 45